ഹലോ, ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ്. നമുക്ക് കുറച്ച് പച്ചമാങ്ങ കൊണ്ട് അച്ചാറിട്ട് വെച്ചാലോ. അത് മുമ്പൊക്കെ ആവാറായതുകൊണ്ട് ഉപ്പ അങ്ങാടി പോയിട്ട് പച്ചമാങ്ങ കൊണ്ടുവന്നായിരുന്നു. ഉപ്പ പറഞ്ഞു മാങ്ങ അച്ചാറിട്ട് വെച്ചേക്ക് വേഗം വാടുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാനതൊക്കെ പുറത്ത് വന്നിട്ട് കഴുകി അതിൻ്റെയൊക്കെ ഞെട്ടി മുറിച്ചൊഴിവാക്കണം പുറത്തുനിന്ന് തന്നെ. ഏകദേശം ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കാണ്ട് അത് കഴിഞ്ഞ് വേസ്റ്റ് വീടിൻ്റെ അകത്താക്കണ്ടല്ലോ വെച്ചിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ ഞെട്ടിയൊക്കെ ഒഴിവാക്കുന്നത്. ഇത് ആ മുറിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പുളി ഉണ്ടല്ലോ, ആ പുളിപ്പം അങ്ങോട്ട് മൂക്കിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതേശം ഓരോ മാങ്ങയും തുടച്ചു ഇതാ മുറിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാ കുഞ്ഞിക്കൈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഓരോരോ കഷ്ണങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ പോവുമായിരുന്നു. അങ്ങനെ മുഴുവൻ അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു ചെമ്പട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഇട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ തിരുമ്മി പിടിപ്പിക്കുക. എല്ലാ മാങ്ങ പീസുമ്മലും ഉപ്പ് തിരുമ്മി പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാനുള്ളതാണ് കുറച്ച് സമയത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കലും മറ്റേ കൈ കൊണ്ട് ഇളക്കലും കൂടെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഇളക്കി കളിക്കുന്ന പാത്രം അങ്ങനെ ഒക്കെ തിരുമ്മി പിടിപ്പിച്ചു. ആ സമയം കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ മിക്സിയിലിട്ട് നല്ലപോലെ ഉമ്മ പേസ്റ്റാക്കി വെച്ചിരുന്നു. അങ്ങനെ ചെമ്പട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഈ ഒരു സ്പൂണിന് 2 സ്പൂണ് കടുകിട്ടു. അത് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് കറിവേപ്പിലയും അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് എന്നിട്ട് ഉമ്മ അച്ചാറിടുമ്പോൾ എപ്പോഴും അച്ചാർ പൊടി മാത്രമാണ് യൂസ് ചെയ്യുക. അല്ലാതെ മുളക് പൊടി ഞാനൊക്കെ അച്ചാറിടുമ്പോൾ മുളക് പൊടി ഞാൻ ആഡാക്കും. പക്ഷെ ഉമ്മ ഇടുമ്പോൾ അച്ചാർ പൊടി മാത്രമേ ഇടുകയുള്ളൂ. അങ്ങനെ അച്ചാർ പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പച്ചമണം മാറിയപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ അതിലേക്ക് ഇട്ട് ഇളക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആ കുറച്ച് സമയം നമ്മൾ അടച്ചു വെച്ചപ്പോൾ തന്നെ മാങ്ങേന്ന് ലേശമൊക്കെ വെള്ളം ഇറങ്ങി വന്നിരുന്നു. അങ്ങനെ അത് നല്ല പോലെ മിക്സാക്കി ഉമ്മ ടേസ്റ്റ് നോക്കിയപ്പോൾ ഉമ്മ പറഞ്ഞു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഉപ്പിടും. നമ്മൾ ആ മാങ്ങ തിരുമ്മി വെച്ചപ്പോൾ ഇട്ട ഉപ്പ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ രണ്ടാമത് വീണ്ടും കുറച്ചും കൂടി ഉപ്പിട്ട് അങ്ങനെ സുർക്കൊഴിച്ച്, അങ്ങനെ ഞാൻ സുർക്കൊഴിച്ച വീഡിയോ ഞാൻ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ട് ഇത് അല്ലുവിനോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞു. സൂപ്പർ എന്ന് പറഞ്ഞ അവൾ. അങ്ങനെ ഇതാണ്ട് നമ്മളെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ടേസ്റ്റിൻ്റെ അങ്ങനെ നല്ല പുളിമാങ്ങയുണ്ട്. വല്ലാണ്ട് സുർക്കയുടെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം പുളിയുണ്ട്. അങ്ങനെ ഒരു കുപ്പി ഇതാ കാക്കാക്ക് സൗദി പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പാക്കാക്കി വെച്ചു.